ഹലോ ഗായ്സ്, നമുക്കൊരു ചീരത്തോരൻ വെച്ച് നോക്കാം കേട്ടോ. നമ്മുടെ പാലക്കാടൊക്കെ കൂടുതലും ചീരത്തോരൻ പറയുമോ അറിയില്ല. നമ്മളൊക്കെ ചീര വറുക്കുക, മുരിങ്ങ വറുക്കുക എന്നാണ് പറയുക. പക്ഷെ നമുക്ക് ചീരത്തോരൻ വെച്ച് നോക്കാം. അതിന് നമ്മൾ ഇവിടെ അധികം ഒന്നും അതിനാവശ്യമില്ല കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയും പച്ചമുളകും. നമുക്ക് ആവശ്യത്തിന് എരിവനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക, കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടുക. നമ്മൾ അതൊരു ഏതിലാണോ ഉപ്പേരി നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലിട്ടും കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. നമ്മൾ ചീര മുന്നേ കഴുകി മാറ്റി വെക്കണം. വെള്ളം അതിൽ പോകാൻ വേണ്ടിയിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അതിൻ്റെ ഇത് കുറച്ച് നന്നായി തിളയ്ക്കുക. നമ്മൾ എന്താ വെച്ചാൽ ഉള്ളിയും പച്ചമുളകും നമ്മൾ കടുകൊന്നും വറുക്കാത്തത് കൊണ്ട് ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം. അതിനാണ് ഈ വെള്ളം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നന്നായി തിളച്ച് വന്ന ശേഷം ഉപ്പൊക്കെ ഈ സമയത്ത് വെള്ളത്തിൽ തന്നെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. കാരണം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചീര ഇട്ട ശേഷം ഇട്ടാൽ അവിടെ ഉപ്പ് നിൽക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ചീര ഇട്ടിട്ട് ഒന്ന് നന്നായി മൂടി വയ്ക്കാം. നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ കൈ കൊണ്ട് ചെയ്യുന്ന നോക്കരുത്. ഇപ്പോൾ ചൂട് വരില്ല, ചീര ഇട്ടതും അത് തണുപ്പല്ലേ. അപ്പോൾ നമുക്ക് ചൂട് പെട്ടെന്ന് കൈക്ക് അടിക്കില്ല. അതുകൊണ്ടാണ് കൈ കൊണ്ട് ആക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ ചിരകുക. നമുക്ക് എത്ര തേങ്ങ ഇടണോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും ചീരയ്ക്ക്. അപ്പോൾ തേങ്ങ കുറച്ച് ഹൈലൈറ്റായി ഇരുന്നാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. കാരണം കുറച്ച് വെള്ളമേ ഉള്ളൂ. പിന്നെ ചീരയിലുള്ള വെള്ളം അതിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് വേവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കുറവാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെള്ളത്തിൻ്റെ ലെവലൊക്കെ നോക്കിയ ശേഷം ഒന്ന് തേങ്ങ ഇട്ട് കൊടുക്കാം. ചിലവർ ഉപ്പേരി എല്ലാം ഇറക്കി ആയ ശേഷമായിരിക്കും തേങ്ങ ഇടുക. പക്ഷേ ഞാനിവിടെ നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് വെന്ത് കിട്ടുമ്പോൾ അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ തന്നെ തേങ്ങ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അത് മൂടി വയ്ക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ ചീര എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. നമ്മൾ ആർക്കാ ചീരയിൽ ഇഷ്ടമല്ലാത്തത്? പക്ഷേ കൂടുതലും കുട്ടികൾക്കായിരിക്കും ഇഷ്ടപ്പെടാതിരിക്കുക. അവർക്കാണല്ലോ അത് നല്ലത് കുട്ടികൾക്ക് പിടിക്കില്ല എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. കണ്ണിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നൊരു സാധനമുണ്ട് കേട്ടോ. നമ്മൾ കടുക് വറുക്കണില്ല, കടുക് പൊട്ടിക്കുക അങ്ങനെയൊന്നും, വെളുത്തുള്ളി അതൊന്നും ഞാൻ ചേർക്കില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ പാലക്കാട് ഇങ്ങനെയാണോയെന്നറിയില്ല, പക്ഷേ എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുക. നമ്മളിതിൽ ഹൈലൈറ്റ് ആയിട്ടൊരു സാധനം ഉണ്ടെന്നല്ലേ, അതാണ് വെളിച്ചെണ്ണ. ഈ പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മണമുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫാക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചീരത്തോരൻ വെക്കാൻ സിമ്പിളാണ്, എല്ലാവർക്കും അറിയും. പക്ഷേ ഓരോരുത്തരും ഓരോ സ്റ്റൈലിലായിരിക്കുമല്ലോ ചെയ്യേണ്ടാവുക. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.